അതെ, ഞാനൊരു കാര്യം ഉറപ്പിക്കാൻ വന്ന കേട്ടോ, ഈ സൺഡേ ആട്ടോ നമ്മുടെ ഇവിടുത്തെ സമ്മർ ടൈമിൻ്റെ ടൈം സോൺ എൻഡ് ചെയ്യണത്. അപ്പോൾ ഈ സൺഡേ ആണ് നമ്മുടെ ക്ലോക്കിൽ ടൈം മാറുന്നത്. ഞാൻ പറയാറില്ല, വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് മിക്കവാറും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ടൈം സോൺ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട്, അതായത് ഡേ ലൈറ്റ് സേവിങ് ടൈമിൻ്റെ ഭാഗമായിട്ട് ക്ലോക്ക് 1 മണിക്കൂർ മുന്നോട്ടും പിറകോട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഈ സൺഡേ രാവിലെയാണ് നമ്മുടെ ക്ലോക്ക് 1 അവർ ബാക്ക്വേഡ് പോകും. അതായത് 2 മണിയാകുമ്പോൾ, ഈ ഏർലി മോർണിംഗിൽ ഞായറാഴ്ച 2 മണിയാകുമ്പോൾ തിരിച്ച് ക്ലോക്ക് 1 മണിയിലോട്ട് പോകും. അപ്പം നമുക്ക് അന്ന് നൈറ്റിൽ കൂടുതൽ ടൈം ഉണ്ടാവും. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊക്കെ കഷ്ടപ്പാടായിരിക്കും. 1 മണിക്കൂറും കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. വീട്ടിൽ കിടന്നുറങ്ങുന്നവർക്കാണ് സുഖമായിട്ട് 1 മണിക്കൂർ എക്സ്ട്രാ കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാം മിക്കവാറും ഡിവൈസസുകളൊക്കെ മൊബൈൽ, ഡെസ്ക്ടോപ്പിലൊക്കെ തന്നെ മാറും. അതിനകത്ത് തന്നെ ടൈം തന്നെ ഓട്ടോമാറ്റിക്കലി മാറാറുണ്ട്. പക്ഷേ മാനുവൽ ക്ലോക്കിനെ ട്രസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ അന്ന് ക്ലോക്ക് തിരിച്ചു വയ്ക്കാൻ ഓർത്തായിട്ട്. അപ്പോൾ ഒരു മണിക്കൂർ ഈ ഓട്ടം സമയത്ത് മാറുമ്പോൾ 1 മണിക്കൂർ ബാക്ക്വേർഡ് പോകും. അത് എപ്പോഴും ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ പറയുന്നത് സ്പ്രിംഗ് ഫോർവേഡ്, ഫോൾ ബാക്ക്. സ്പ്രിംഗ് ടൈമിൽ ക്ലോക്ക് 1 മണിക്കൂർ ഫോർവേഡ് പോകും, ഫോൾ ടൈമിൽ 1 മണിക്കൂർ ബാക്ക്വേർഡ് പോകും. അപ്പോൾ ഇപ്പോൾ നമുക്ക് നാടുമായിട്ടുള്ള വ്യത്യാസം 4.5 മണിക്കൂറാണ്. അപ്പോൾ ഇനി ഈ സൺഡേ മുതൽ അത് 5.5 മണിക്കൂറായിട്ട് മാറും. അപ്പോൾ എല്ലാവരും മറക്കണ്ട കേട്ടോ, സാറ്റർഡേ നൈറ്റിൽ കിടന്നുറങ്ങുന്നവർക്ക് 1 മണിക്കൂർ എക്സ്ട്രാ, പക്ഷേ നൈറ്റ് ഡ്യൂട്ടി പോകുന്നവർക്ക് 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. ഇനി നേരെ തിരിച്ച് മാർച്ച് അവസാനമാകുമ്പോൾ തിരിച്ച് കിട്ടും കേട്ടോ.